Hi students, welcome to the Smart Commerce channel classes. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി പരമാവധി ഷെയർ ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാം. ക്ലാസ്സുകൾ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. The next topic is cost classification. The costs are classified on the basis of A. Traceability, B. Function, C. Variability, D. Elements, E. Controllability, and F. Normality. The first classification is classification according to traceability. According to traceability or identifiability, costs can be classified into number 1, direct cost, and number 2, indirect cost. Number 1 is direct cost. Direct cost refers to those costs which can be directly identified with a job, product, cost center or cost unit. Direct costs are also referred to as prime cost or traceable cost. In the manufacture of a wooden table, cost of wood or timber used and the wages paid to carpenter are direct costs. In the manufacture of gold ornaments, cost of gold and wages of goldsmiths are direct costs. ഒരു പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെന്ററിന് വേണ്ടി ഒരു കോസ്റ്റ് യൂണിറ്റിന് വേണ്ടി ആയ ഐഡന്റിഫൈ ചെയ്യാനാവുന്ന കോസ്റ്റിനാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു തടിയുടെ ടേബിൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആയ തടിയുടെ ചിലവ് അത് തിരിച്ചറിയാനാവുന്നതാണ്. കാർപ്പന്റർക്ക് കൊടുത്ത കൂലി അതും തിരിച്ചറിയാനാവുന്നതാണ്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നതിനായ സ്വർണത്തിന്റെ ചിലവ്, അതുപോലെ ഗോൾഡ് സ്മിത്തിന് കൊടുത്ത കൂലി അതും തിരിച്ചറിയാനാവുന്ന കോസ്റ്റാണ്. ഇവയൊക്കെ ഡയറക്റ്റ് കോസ്റ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. Now direct cost can be divided into direct material cost, direct labor cost and direct expenses. First there is direct material cost. Direct material cost is the cost of material which can be directly identified with a product, job, cost center or cost unit. It is the cost of materials used for a specific product or service or department. Examples are timber or wood in wooden furniture, gold in gold jewelry, sugarcane in sugar, leather in shoe, paper in books, cloth in garments, etc. ഒരു പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ജോബിന് വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിന് വേണ്ടി കോസ്റ്റ് യൂണിറ്റിന് വേണ്ടി ആയ ഡയറക്റ്റായി ഐഡന്റിഫൈ ചെയ്യാനാവുന്ന മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തടി ഫർണിച്ചറിന് വേണ്ടിയായ തടിയുടെ ചിലവ്, സ്വർണ്ണാഭരണത്തിന് വേണ്ടിയായ സ്വർണത്തിന്റെ ചിലവ്, പഞ്ചസാരയ്ക്ക് വേണ്ടിയായ കരിമ്പിന്റെ ചിലവ്, ഷൂവിന് വേണ്ടിയായ ലെതറിന്റെ ചിലവ്, ബുക്സിന് വേണ്ടിയായ പേപ്പറിന്റെ ചിലവ്, വസ്ത്രങ്ങൾക്ക് വേണ്ടിയായ തുണിയുടെ ചിലവ് തുടങ്ങിയവ. Now next is direct labor cost. Direct labor cost is the labor cost which can be identified with a job, product, cost center or cost unit. It refers to the cost of the workers used to make a particular product or provide a particular service. Examples are wages paid to carpenter for manufacturing furniture, wages paid to goldsmith for manufacturing gold jewelry, wages paid to cobbler for manufacturing footwear, payment to tailor for stitching ready-made garments, etc. ഒരു പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ജോബിന് വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിന് വേണ്ടി കോസ്റ്റ് യൂണിറ്റിന് വേണ്ടി ആയ ഐഡന്റിഫൈ ചെയ്യാനാവുന്ന
ലേബർ ചിലവിനാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുന്നതിന് വേണ്ടി ഉപയോഗിച്ച വർക്കേഴ്സിന്റെ ചിലവ് ആണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഉദാഹരണത്തിന് ഫർണിച്ചർ നിർമ്മിക്കുന്നതിന് വേണ്ടി കാർപ്പന്റർക്ക് കൊടുത്ത കൂലി, സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗോൾഡ് സ്മിത്തിന് കൊടുത്ത കൂലി, ചെരുപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കോബ്ലർക്ക് കൊടുത്ത കൂലി, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ തയ്ക്കുന്നതിന് വേണ്ടി ടൈലർക്ക് കൊടുത്ത പേയ്മെന്റ്. Now the third is direct expenses. Direct expenses are those expenses which can be directly identified with a job, product, cost center or cost unit. Direct expenses are costs other than material or labor cost which can be directly identified with a product or service. Examples are cost of making a model, cost of special drawings or designs before starting the work, experimental expense for manufacturing an item, higher charges of special tools hired, royalty paid for manufacturing a product, etc. ഒരു പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് സെന്ററിന് വേണ്ടി അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റിന് വേണ്ടി ആയ ഡയറക്റ്റായി ഐഡന്റിഫൈ ചെയ്യാനാവുന്ന എക്സ്പെൻസസിനാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ സർവീസിന് വേണ്ടി ആയ ഡയറക്റ്റായി ഐഡന്റിഫൈ ചെയ്യാനാവുന്ന മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും അല്ലാത്ത മറ്റ് എക്സ്പെൻസുകൾക്കാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ മോഡലിന് വേണ്ടിയായ കോസ്റ്റ്, ആ മോഡലിന് വേണ്ടിയായ കോസ്റ്റ് ആ പ്രോഡക്റ്റിന് വേണ്ടിയായ മെറ്റീരിയൽ കോസ്റ്റോ ലേബർ കോസ്റ്റോ അല്ല, എന്നാൽ ആ പ്രോഡക്റ്റിന് വേണ്ടി തന്നെയായ ഒരു ഡയറക്റ്റ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഒരു സ്പെഷ്യൽ ഡ്രോയിങ് അല്ലെങ്കിൽ ഡിസൈൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയായ കോസ്റ്റ്. അതുപോലെ ഒരു ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് ഒരു പരീക്ഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാകുന്ന ചിലവ്. അതുപോലെ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉപകരണങ്ങൾ വാടകയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വാടക ചിലവ്. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് പാട്ടം കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന പാട്ടം. Now let's come to indirect cost. Indirect costs are those costs which cannot be directly identified or traced with a particular product, job, cost center or cost unit. Indirect cost consists of indirect material cost, indirect labor cost and indirect expenses. Indirect material costs are cost of materials which cannot be identified with a particular product. For example, in wooden furniture manufacturing, the cost of nails used, the cost of polish, the cost of gum, etc. are indirect material cost. ഒരു പ്രോഡക്റ്റിന് വേണ്ടി ആയ എന്നാൽ ഐഡന്റിഫൈ ചെയ്യാനാവാത്ത കോസ്റ്റിനാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടി ആയ എന്നാൽ ഐഡന്റിഫൈ ചെയ്യാനാവാത്ത മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ആണ്. ഉദാഹരണത്തിന് ഒരു തടി ഫർണിച്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആണികളുടെ ചിലവ്, അല്ലെങ്കിൽ ഉപയോഗിച്ച പോളിഷിന്റെ ചിലവ്, ഗമ്മിന്റെ ചിലവ് തുടങ്ങിയവ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന് ഉദാഹരണങ്ങളാണ്. Now next is indirect labor cost. Indirect labor cost is the cost of labor which cannot be directly identified with a particular product or job. For example, in wooden furniture manufacturing, the payment to supervisor, helper, security staff, etc. are indirect labor cost. ഒരു പ്രോഡക്റ്റിന് വേണ്ടി ആയ തിരിച്ചറിയാനാവാത്ത ലേബർ കോസ്റ്റിനാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തടി ഫർണിച്ചർ നിർമ്മാണത്തിൽ സൂപ്പർവൈസർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്, അല്ലെങ്കിൽ ഹെൽപ്പർക്ക്, സെക്യൂരിറ്റി സ്റ്റാഫിന് തുടങ്ങിയവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ഒക്കെ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റിന് ഉദാഹരണങ്ങളാണ്. കാരണം ഒരു സൂപ്പർവൈസർ സൂപ്പർവൈസ് ചെയ്തത് ഒരു
ഫർണിച്ചർ മാത്രമല്ല, ഒരു ഹെൽപ്പർ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഫർണിച്ചറിന്റെ മാനുഫാക്ചറിംഗിൽ മാത്രമല്ല, ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് നോക്കുന്നത് ഒരു ഫർണിച്ചറിന്റെ മാനുഫാക്ചറിംഗ് മാത്രമല്ല. അതുകൊണ്ട് ഒരു ഫർണിച്ചറിന് വേണ്ടി എത്രമാത്രം പേയ്മെന്റ് സൂപ്പർവൈസർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഹെൽപ്പർക്ക് കൊടുത്തു, സെക്യൂരിറ്റി സ്റ്റാഫിന് കൊടുത്തു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. Now the third is indirect expenses. Indirect expenses are those expenses which cannot be identified with a particular product. For example, rent of the factory, lighting of the factory, depreciation of machineries, etc. ഒരു പ്രോഡക്റ്റിന് വേണ്ടിയായ ഐഡന്റിഫൈ ചെയ്യാനാവാത്ത എക്സ്പെൻസസിനാണ് ഇൻഡയറക്ട് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫാക്ടറിയുടെ വാടക, ഫാക്ടറിയിലെ ലൈറ്റിംഗ് ചിലവ്, പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ച മെഷീനറികളുടെ ഡിപ്രീസിയേഷൻ തുടങ്ങിയവ. ഇതൊക്കെ ഒരു പ്രോഡക്റ്റിന് വേണ്ടി എത്രയായി എന്ന് തിരിച്ചറിയാനാവത്തില്ല. Now B, classification according to function. According to function, cost can be classified into number 1, production cost, number 2, administration cost, number 3, selling and distribution cost, and number 4, research and development cost. First is production cost. Production cost is the total cost for the manufacturing or production of a product. It is the total of direct material cost, direct labor cost, and direct expenses. It includes cost which starts with supply of materials and ends with the primary packing of the product. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടി ആകുന്ന കോസ്റ്റിനാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെയും ഡയറക്റ്റ് ലേബർ കോസ്റ്റിന്റെയും ഡയറക്റ്റ് എക്സ്പെൻസുകളുടെയും ടോട്ടലാണ് ഇത്. മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് തുടങ്ങി പ്രോഡക്റ്റ് പ്രൈമറിയായി പാക്ക് ചെയ്യുന്നത് വരെയുള്ള ചിലവുകൾ പ്രൊഡക്ഷൻ കോസ്റ്റിൽ പെടും. Now second is administration cost. Administration cost is the cost incurred for the administrative function of the organization. That is the cost of policy formulation and implementation. സ്ഥാപനത്തിന്റെ ഭരണ ചെലവുകൾക്കാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സ്ഥാപനത്തിന്റെ നയങ്ങൾക്ക് രൂപം നൽകുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും വേണ്ടിയാകുന്ന ചിലവ്. Now third is selling and distribution cost. Selling cost represents the cost of creating and stimulating demand and securing orders for products and services. Selling cost is defined as that portion of cost which is incurred for securing orders. Examples are salaries, traveling expenses and commission of sales staff, sales office expenses, brokerage, advertisement and showroom expenses, etc. ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ സേവനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാക്കുന്നതിനും ഓർഡർ നേടുന്നതിനും വേണ്ടിയാകുന്ന ചിലവുകൾക്കാണ് സെല്ലിംഗ് ചിലവുകൾ എന്ന് പറയുക. അതായത് ഓർഡർ നേടുന്നതിന് വേണ്ടിയാകുന്ന ചിലവുകൾ, അതായത് സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയാകുന്ന ചിലവുകൾക്കാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സെയിൽസ് സ്റ്റാഫിന്റെ സാലറി, അവരുടെ ട്രാവലിംഗ് ചിലവുകൾ, അവരുടെ കമ്മീഷൻ, സെയിൽസ് ഓഫീസ് ചിലവുകൾ, ബ്രോക്കർ ചിലവുകൾ, അഡ്വർടൈസ്മെന്റ്, ഷോറൂം ചിലവുകൾ തുടങ്ങിയവ. Now distribution cost is that portion of cost which is incurred in warehousing the products and delivering the products to consumers. It includes all expenses incurred from the time the product is complete in the factory until it reaches its consumers. Examples are carriage and freight outwards, warehousing, secondary packing, ഇൻഷുറൻസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എക്സെട്ര. പ്രോഡക്ട്സ് സൂക്ഷിച്ചു വെക്കുന്നതിനും അവ കൺസ്യൂമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും വേണ്ടിയാകുന്ന ചിലവുകൾക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ചിലവുകൾ എന്ന് പറയുന്നത്. പ്രോഡക്ട്സ് ഫാക്ടറിയിൽ പൂർത്തിയാകുന്നത് തുടങ്ങി അവ കൺസ്യൂമേഴ്സിൽ എത്തുന്നത് വരെയുള്ള ചിലവുകൾ ഇതിൽപ്പെടുന്നു. ഉദാഹരണത്തിന് സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാകുന്ന ക്യാരിയേജ് ഫ്രൈറ്റ് ചിലവുകൾ, സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയാകുന്ന വെയർഹൌസിംഗ് ചിലവുകൾ, സെക്കൻഡറി പാക്കിങ്ങിന് വേണ്ടിയാകുന്ന ചിലവുകൾ, സാധനങ്ങൾ ഇൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയാവുന്ന ചിലവുകൾ തുടങ്ങിയവ. Now the next is research and development cost. The research and development cost is the cost for researching and developing
new products, new manufacturing processes, improving the existing products, processes, equipments, etc. പുതിയ പ്രോഡക്ട്സും പ്രക്രിയകളും ഒക്കെ ഗവേഷണം ചെയ്ത് വികസിപ്പിച്ചെടുക്കുന്നതിനും പഴയ പ്രോഡക്ട്സും പ്രക്രിയകളും ഉപകരണങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനും വേണ്ടിയാകുന്ന ചിലവുകൾക്കാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. Now C, classification according to variability. According to variability, cost can be classified into A, fixed cost, B, variable cost, and C, semi-variable cost. A, fixed cost. Fixed costs are those costs which remain fixed or constant at any level of activity or production. These costs can also be called as static or rigid costs. These costs do not change with changes in the volume or level of activity. As these costs depend on passage of time, that is, change only after a period of time, these costs are called period costs. Examples of fixed costs are rent of business premises, insurance, depreciation, taxes like vehicle tax, property tax, etc., salary of executives like general manager, works manager, managing director, etc. ഉൽപാദനത്തിന്റെ തോത് എത്രയായിരുന്നാലും മാറാതെ നിൽക്കുന്ന ചിലവുകൾക്കാണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഉൽപാദനത്തിന്റെ തോത് എത്രയായിരുന്നാലും ഫിക്സ്ഡ് കോസ്റ്റ് ഒരേപോലെ നിൽക്കും. ഉൽപാദനത്തിന്റെ തോത് മാറുന്നതനുസരിച്ച് ഇത് മാറുന്നില്ല. ഉദാഹരണത്തിന് ബിസിനസ് പ്രമിസസിന്റെ വാടക, ഇൻഷുറൻസ് ചിലവ്, ഡിപ്രീസിയേഷൻ, ടാക്സുകൾ, എക്സിക്യൂട്ടീവ്സിന്റെ സാലറി തുടങ്ങിയവ. ഇത്തരം ചിലവുകൾ ഉൽപാദനത്തിന്റെ തോത് മാറുന്നതനുസരിച്ച് മാറുന്ന ചിലവുകൾ അല്ല. Now the next is variable cost. Variable cost is that part of the total cost which tends to vary directly with the variation in the volume of output. It varies in direct proportion to the volume of production. Such cost increases as the production increases and decreases as the production decreases. Variable costs are also referred to as product cost. Examples are cost of direct material, direct labor, etc. ഉൽപാദനത്തിന്റെ തോത് മാറുന്നതിനനുസരിച്ച് മാറുന്ന ചിലവുകൾക്കാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവ ഉൽപാദനത്തിന്റെ തോത് മാറുന്നതിന് ആനുപാതികമായിട്ട് മാറുന്നു. ഉൽപാദനത്തിന്റെ തോത് കൂടുമ്പോൾ ഇവ കൂടുന്നു, ഉൽപാദനത്തിന്റെ തോത് കുറയുമ്പോൾ ഇവ കുറയുന്നു. ഉദാഹരണത്തിന് മെറ്റീരിയൽസിന്റെ ചിലവ്, ലേബർ ചിലവ് തുടങ്ങിയവ. Now C, semi-variable cost. A cost which is partially fixed and partially variable is called semi-variable cost. It is also known as semi-fixed cost or step cost. It remains fixed at certain levels and varies at other levels. It is the combination of fixed cost and variable cost. Examples are supervisor's salary, advertisement charges, telephone charges, depreciation of plant, repairs and maintenance of plant, etc. ഭാഗികമായി വേരിയബിളും ഭാഗികമായി ഫിക്സ്ഡുമായിട്ടുള്ള കോസ്റ്റിനാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പരിധി വരെയുള്ള പ്രൊഡക്ഷന് ഈ കോസ്റ്റ് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. ആ പരിധിക്ക് ശേഷം പ്രൊഡക്ഷൻ വേരി ചെയ്യുമ്പോൾ ഈ കോസ്റ്റ് മാറാൻ തുടങ്ങും. ഉദാഹരണത്തിന് സൂപ്പർവൈസറുടെ സാലറി, അഡ്വർടൈസ്മെന്റ് ചാർജുകൾ, ടെലിഫോൺ ചാർജുകൾ, ഡിപ്രീസിയേഷൻ, റിപ്പയർ ആൻഡ് മെയിന്റനൻസ് ചിലവുകൾ തുടങ്ങിയവ. ഇത്തരം ചിലവുകൾ ഒരു പരിധി വരെയുള്ള പ്രൊഡക്ഷന് വേരി ചെയ്യാതെ നിൽക്കും. എന്നാൽ പ്രൊഡക്ഷൻ അതിൽ നിന്ന് വേരിഡ് ആകുമ്പോൾ ഇവ മാറാൻ തുടങ്ങും. Now D, element-wise classification of costs. It is the classification of costs into the elements such as material cost, labor cost, expenses, etc. And the same we have already studied. Now E, classification according to controllability. According to controllability, costs can be classified into A, controllable cost, and B, uncontrollable cost. A, controllable cost. Controllable costs are those costs
which can be controlled or influenced by the action of management. All direct costs and some of the indirect costs are controllable costs. Now B, uncontrollable costs. These are the costs which cannot be controlled or influenced by the action of management. Most of the fixed costs such as rent on building, salary to managerial persons, wages of skilled workers are uncontrollable. മാനേജ്മെന്റിന്റെ നടപടികളാൽ നിയന്ത്രിക്കാനാവുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കാനാകുന്ന ചിലവുകൾക്കാണ് കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ മാനേജ്മെന്റിന്റെ നടപടികൾ കൊണ്ട് നിയന്ത്രിക്കാനാവാത്ത അല്ലെങ്കിൽ സ്വാധീനിക്കാനാവാത്ത ചിലവുകൾക്കാണ് അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. Now the last classification of costs is F, classification according to normality. According to normality, costs are classified into A, normal cost and B, abnormal cost. A, normal cost. Normal cost is the cost normally expected. Abnormal cost is the cost additionally incurred unexpected. നോർമലായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കോസ്റ്റിനാണ് നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നോർമൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ടുണ്ടാകുന്ന കോസ്റ്റിനാണ് അബ്നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.